نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ വിശ്വാസികൾ, നമ്മുടെ ജീവിതം ഇതുവരെ എത്തിച്ച പടച്ചതമ്പുരാന്റെ നിരവധിയായ അനുഗ്രഹങ്ങളെ ആലോചിച്ചുകൊണ്ട് അവന് തഖ്വ പുലർത്തിക്കൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവും. ഈ തഖ്വ കൊണ്ടുള്ള വസിയത്ത് പലപ്പോഴും പറയാറുള്ളത് പോലെ ഏറ്റവും ചുരുങ്ങിയത് ആഴ്ചയിൽ 2 തവണയെങ്കിലും നമ്മൾ കേൾക്കുന്നതാണ്. ഇത് ജീവിതത്തിന്റെ വരുന്ന നിമിഷങ്ങളെ, ചില സമയങ്ങളെയെങ്കിലും തിന്മയിൽ നിന്ന് മാറ്റി നിർത്താൻ പ്രേരകമാവേണ്ടതുണ്ട്. അത് അടിവരയിട്ടുകൊണ്ട് മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ്. കഴിഞ്ഞയാഴ്ച ബദർ യുദ്ധം നമ്മളോട് സംവദിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അനുസരിച്ച് ജീവിക്കാൻ സമ്മതിക്കാത്ത ഒരു ജനവിഭാഗത്തോട് പ്രതിരോധത്തിന് വേണ്ടി ചെയ്ത യുദ്ധം നമ്മളോട് സംസാരിക്കുന്ന ചില കാര്യങ്ങളെയാണ് ഉണർത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന് അവിടെ അസമത്വം ഇല്ലാതാക്കിയപ്പോൾ മനുഷ്യരെല്ലാം ഒന്നാണെന്നും അവന് കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഭേദമില്ലാതെ, സ്വദേശിയെന്നോ വിദേശിയെന്നോ വ്യത്യാസമില്ലാതെ, ദരിദ്രനെയും പണക്കാരനെയും ഒക്കെ ഒരുപോലെ, ഒരു ചീർപ്പിലെ പല്ലുകൾ പോലെ ഒരുമിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൃത്യത്തെ മുശ്രിക്കുകൾക്ക് സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ ഇബ്നു റവാഹയുടെ കൂടെ എന്ന അടിമയുടെ കൂടെ ഇരിക്കുമ്പോൾ ഇവരുടെ കൂടെയാണോ ഇരിക്കുന്നത് എന്നുള്ള രൂപത്തിലാണ് അവർ പ്രതികരിച്ചിരുന്നത്. അതുപോലെ ഒരു പെൺകുട്ടി പിറന്നാൽ അപമാനഭാരത്താൽ തലകുനിഞ്ഞു പോകുന്ന, കൊന്നൊടുക്കിയിരുന്ന ഒരു സമൂഹത്തിലാണ് സ്ത്രീകളുടെ വിവേചനം അവസാനിപ്പിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ പരിസരത്ത് നിന്നുകൊണ്ട് മനുഷ്യനെ ഒന്നായി കാണണമെന്ന് ഉത്ബോധിപ്പിച്ച അതൊന്നും അവർക്ക് ദഹിക്കുന്നുണ്ടായിരുന്നില്ല. അവരുടെ ഗോത്ര, കുടുംബ, തറവാട്ട് മഹിമകൾ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചിരുന്നു. സാമ്പത്തിക മേൽക്കോയ്മ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ലോകം ഒരു വിപണിയോ റിയൽ എസ്റ്റേറ്റോ ആയി മാത്രം കാണുന്ന തെമ്മാടികൾ ലോകം വാഴുന്ന ഇക്കാലത്തും ഈ മാനസിക യുദ്ധം നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇസ്ലാമിനെതിരെ ഫോബിയകൾ പടച്ചുവിട്ടുകൊണ്ട് ഇന്റലക്ച്വൽ വാറിലാണ് ശത്രുക്കൾ. എന്നാൽ ഇസ്ലാം പഠിപ്പിച്ച യുദ്ധം പോലും മാനുഷികമായിരുന്നു, ആദർശബന്ധിതമായിരുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
ഇതര മനസ്കരെ സൈനിക സേവന നിർബന്ധിത സാഹചര്യമില്ലാതെ അവരെ സംരക്ഷിക്കണമെന്നാണ് ഇസ്ലാമിക രാഷ്ട്ര നിയമമായി പഠിപ്പിക്കപ്പെട്ടത്. അതുപോലെ ഇസ്ലാം യുദ്ധമുഖത്ത് മാത്രമേ യുദ്ധം നിർവഹിച്ചിട്ടുള്ളൂ. സിവിലിയന്മാരെ കൊന്നിട്ടില്ല. സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കരുതെന്നും ഫലവൃക്ഷങ്ങൾ വെട്ടി നശിപ്പിക്കരുതെന്നും ആരാധനാലയങ്ങളിൽ, മുസ്ലിങ്ങളുടെ അല്ല, ഇതരുടെ ആരാധനാലയങ്ങളിൽ ഒതുങ്ങിക്കഴിയുന്നവരെ ഉപദ്രവിക്കരുതെന്നും ഒക്കെയാണ് ഇസ്ലാം യുദ്ധ നിയമമായി പഠിപ്പിച്ചത്. ഇവിടെയാണ് 168 കുട്ടികളെ, നിരപരാധികളായ കുട്ടികളെ സ്കൂളിന്റെ മുമ്പിൽ ബോംബിട്ടുകൊണ്ട് നശിപ്പിച്ച ക്രൂരതയെ നമ്മൾ അളക്കേണ്ടത്. ഇന്ത്യയിലാണെങ്കിൽ സവർണ അവർണ വ്യവസ്ഥയെ തിരിച്ചു കൊണ്ടുവരികയും ഉച്ചനീചത്വങ്ങൾ സ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്ന വംശീയതയും കപട ദേശീയതയും ഒക്കെ ഉദ്ഘോഷിച്ചുകൊണ്ട് വംശഹത്യ നടത്താൻ പണിപ്പെടുന്ന ശത്രുക്കളെ ജാഗ്രതയോടുകൂടി മുസ്ലിം മനസ്സ് കാണേണ്ടതുണ്ട്. ഇവർക്കൊന്നും ഈ സമത്വത്തിന്റെ മനുഷ്യനെ ഒന്നായി കാണുന്ന ഇസ്ലാമിക ദർശനം അത്ര ഭൂഷണമായി കാണുന്നില്ല. ബിലാലിനെ അബൂദർ ഗിഫാരി കറുത്തവനെ എന്ന് വിളിച്ചപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിന്നിൽ ജാഹിലിയത്ത് അവശേഷിക്കുന്നു എന്ന്. അപ്പൊ ഏത് വിധേനയും മനുഷ്യനെ ഒന്നിച്ചു കാണാൻ, അവൻ വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ ഭേദമില്ലാതെ ഒന്നിച്ചു കാണാനുള്ള ഒരു ദർശനമാണ് ഇസ്ലാം എന്ന് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പോലും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന് മുമ്പ് അബ്സീനിയയിലേക്ക് ഹിജ്റ പോയിരുന്നല്ലോ നബിയുടെ സഹാബികൾ. അപ്പോ മക്കക്കാർ ചെന്നിട്ട് അവരെ അവിടെ നിന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞപ്പോ ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹുവിനെ വിളിച്ച്, മുസ്ലിം പ്രതിനിധിയെ വിളിച്ച് നജാശി രാജാവ് ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ വിശ്വാസം? അപ്പോൾ അദ്ദേഹം പറയുന്നതും ഇത് തന്നെയാണ്, ഞങ്ങൾ കുടുംബബന്ധം മുറിക്കുന്നവരായിരുന്നു, അയൽവാസിയെ ദ്രോഹിക്കുന്നവരായിരുന്നു. മുഹമ്മദ് എന്ന മനുഷ്യൻ വന്ന് ഞങ്ങളോട് സത്യം മാത്രമേ പറയാവൂ എന്നും അമാനത്തുകൾ കരാറുകൾ പാലിക്കണമെന്നും കള്ളം പറയരുതെന്നും സദാ സത്യം പുലർത്തണമെന്നും അനാഥയുടെ സ്വത്ത് അപഹരിക്കരുതെന്നും ഒക്കെയാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. അപ്പോ ഈ നന്മയുടെ വ്യവസ്ഥിതിയെയാണ് എന്നും ലോകം എതിർക്കുന്നത്. ഇസ്ലാം ഒരു 10% ആളുകൾ പുലർത്തിയാൽ തന്നെ ഇവരുടെ വിപണി സൂത്രങ്ങളൊക്കെ ഇല്ലാതാവും. പലിശയിൽ കെട്ടിപ്പൊക്കപ്പെട്ട ആധുനിക വിപണി മാർക്കറ്റ് തകർന്നടിയും. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിചാരിച്ചതുപോലെ ചെലവാകില്ല. കോടികളുടെ ആസ്തിയുള്ള അല്ലെങ്കിൽ വരുമാനമുള്ള പോൺ ഇൻഡസ്ട്രി തകരും. ഇതുകൊണ്ടാണ് എവിടെ ഇസ്ലാമിനെ എതിർക്കാൻ ശത്രുക്കൾ ഇന്നും ജാഗ്രതയായിരിക്കുന്നത്. ഇരിക്കട്ടെ, റമദാൻ അവസാനത്തിലേക്ക് അടുക്കുകയാണ്. നമ്മൾ ഏറിയാൽ 6 ദിവസം 7 ദിവസം മാത്രം. കാട്ടിലെ രാജാവാണ് സിംഹം എന്നാണ് സങ്കല്പം. സിംഹത്തിന് അത് അറിയില്ലെങ്കിലും നമ്മുടെ സങ്കല്പം അങ്ങനെയാണ്. ഈ സിംഹം കുറെ ദൂരം പോയിക്കഴിഞ്ഞാൽ അതൊന്ന് ചുറ്റുപാടും വീക്ഷിക്കും. പിന്നിലും മുന്നിലും ചുറ്റുപാടും ജാഗ്രതയോടുള്ള ഒരു വീക്ഷണമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. സിംഹാവലോകനം എന്നാണ് അത് പറയുന്നത്. എവിടെ നിന്നാണ് ഞാൻ വരുന്നത്? ഇനി ലക്ഷ്യത്തിലേക്ക് എത്ര ദൂരമുണ്ട്? എന്റെ ചുറ്റും അനുകൂലമായോ പ്രതികൂലമായോ എന്തെല്ലാം സംഗതികളാണുള്ളത് എന്ന് വീക്ഷിച്ചുകൊണ്ടാണ് അത്രേ സിംഹം മുന്നോട്ട് നടക്കുക. അതുപോലെ നമ്മളും ഈ അവസാനത്തോടടുത്ത സമയത്ത് എത്ര പെട്ടെന്നാണ് കഴിഞ്ഞു പോയത്. പലതും ചെയ്യണമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. ഈ അവസാനത്തോടടുത്ത സമയത്ത് എവിടെ നിന്നാണ് നമ്മൾ റമദാൻ തുടങ്ങിയത്? ഈ റമദാനിന്റെ ലക്ഷ്യം നിറവേറാൻ എനിക്ക് എത്ര ദൂരമുണ്ട്? എന്താണ് ചുറ്റുപാടുകളുള്ളത്? ഈ വീക്ഷണം നമുക്കും അനിവാര്യമാണ്. ഖുതുബ പരത്തി പറയേണ്ട ഒരു സന്ദർഭമല്ല. അധികം പ്രസംഗിക്കേണ്ട ആവശ്യവുമില്ല. സംഗതികൾ നമുക്കറിയാം. 1-2 ചോദ്യങ്ങൾ, അത് ഞാൻ എന്നോട് ചോദിക്കേണ്ടതാണ്, നിങ്ങൾ നിങ്ങളോട് ചോദിക്കേണ്ടതാണ്. ഒന്ന്,
ഇന്ന് മരിക്കുകയാണെങ്കിൽ സംഭവിക്കാറുണ്ട്. ഇന്ന് മരിക്കുകയാണെങ്കിൽ ഞാൻ സ്വർഗത്തിലായിരിക്കുമോ നരകത്തിലായിരിക്കുമോ? ഉത്തരം സ്വയം തേടേണ്ടതാണ്. രണ്ടാമത്തത്, ഇക്കഴിഞ്ഞ 23 ദിവസം റമദാനിലായിരുന്നല്ലോ നമ്മുടെ പ്രവർത്തികൾ നമ്മൾ ഇഷ്ടപ്പെടുന്നവരുടെ മുമ്പിൽ, നമ്മൾ ബഹുമാനിക്കുന്നവരുടെ മുമ്പിൽ, നമ്മളെ ബഹുമാനിക്കുന്നവരുടെ മുമ്പിൽ അങ്ങനെ ഒരാൾ നോക്കി വായിക്കുകയാണെങ്കിൽ അത് എത്രത്തോളം നമുക്ക് സഹ്യമായിരിക്കും? അതിലാരൊക്കെയുണ്ട്? നമ്മുടെ ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, പെങ്ങളുണ്ട്, ആങ്ങളയുണ്ട്, നാട്ടുകാരുണ്ട്, കൂട്ടുകാരുണ്ട്. ഇങ്ങനെ അറിയുന്നവരുടെ മുമ്പിൽ വായിക്കാവുന്ന ഒരു പ്രവൃത്തി ജനങ്ങളായിരുന്നോ ഈ കഴിഞ്ഞ 23 ദിവസം എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഒപ്പം ജോലി ചെയ്യുന്നവർ, ഇവരൊക്കെ കേൾക്കാൻ പറ്റുന്നതും നമ്മൾ വിചാരിച്ചു പോയ ചെയ്തു പോയ സംഗതികൾ, കണ്ണിന്റെ പാളിപ്പോകലുകൾ, മനസ്സിന്റെ ചില ഇച്ഛകൾ, ഇതൊക്കെ എത്രത്തോളം അനുകൂലമാണ് എന്നാലോചിക്കേണ്ടതുണ്ട്. എന്റെ കർമ്മങ്ങളുടെ ഏടുകൾ വായിക്കാൻ തുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? ഏടുകൾ വെക്കപ്പെടും. അപ്പൊ ചിലർ പറയുന്നതിനെ കുറിച്ച് നമ്മൾ ഓതുന്ന സൂറത്തുൽ കഹ്ഫിൽ 49-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഇതെന്തൊരു ഗ്രന്ഥമാണ്, ചെറുതോ വലുതായ ഒന്നും ഇതിൽ നിന്ന് വിട്ടുപോയിട്ടില്ലല്ലോ എന്ന് പറയുന്ന ഒരു രംഗത്തെ കുറിച്ച്, ആ രംഗം നമുക്ക് എല്ലാവരും അഭിമുഖീകരിക്കേണ്ടതാണല്ലോ. പല ഖുതുബകളിലും ഉത്ബോധനങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ ഇവിടെ കേട്ട പ്രസംഗങ്ങളിൽ പോലും, ഞായറാഴ്ചകളിലൊക്കെ കേട്ട പ്രസംഗങ്ങളിൽ പോലും പലതും പറഞ്ഞിരുന്നു. ഇതൊന്നും പറയാത്ത പലതും നമുക്ക് തന്നെ അറിയാമായിരുന്നു. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലെ നന്മകളുടെ സന്ദേശങ്ങൾ നമുക്ക് വന്നിരുന്നു, നമ്മൾ തന്നെ ഫോർവേഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം സാധ്യമായിട്ടുണ്ട് എന്നാണ് ഈ അവസാന നിമിഷത്തിൽ ആലോചിക്കേണ്ടത്. സൂറത്തുൽ കഹ്ഫ് എല്ലാ ആഴ്ചയും പാരായണം ചെയ്യണമെന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഈ നോമ്പിൽ ഞാൻ ഒരു തവണ പാരായണം ചെയ്തിട്ടുണ്ട്. മാക്സിമം ആണ് അള്ളാഹു നമ്മളോട് ചോദിക്കുന്നത്. മിനിമം ഒരു തവണ ഞാൻ പാരായണം ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ എത്ര പേർക്ക് സാധിക്കും എന്ന് നമ്മൾ ആലോചിക്കണം. കുറെ യെസ് ഉത്തരങ്ങൾ ഉണ്ടാവും. രണ്ടാമത്തെ ചോദ്യം, ഈ സൂറത്തുൽ കഹ്ഫ് അർത്ഥം വായിച്ചുകൊണ്ട് ഒരു തവണയെങ്കിലും ഈ റമദാനിനെ ഓടിച്ചു പോയവരാരുണ്ടാവും? യെസ്സുകൾ കുറയുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നാം നോമ്പ് 1 മുതൽ 23 എത്തി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ എത്രത്തോളം പുരോഗമിച്ചിട്ടുണ്ട്? നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ആലോചിക്കേണ്ടതുണ്ട്. നെഞ്ചിൽ ഇങ്ങനെ കൈവെക്കുമ്പോൾ നമ്മുടെ ഹൃദയം പിടിക്കുന്നത് നമ്മൾ അറിയുന്നുണ്ട്. 70-72 തവണ ഒരു മിനിറ്റിൽ ഹൃദയം മിടിക്കുന്നുണ്ട്. ഈ മിടിപ്പിന് താളം തെറ്റുന്ന ഒരു ദിവസം വരാനുണ്ട്. അങ്ങനെ താളം തെറ്റിയാൽ നമ്മൾ ചില മെഷീന്റെ ECGയുടെ മുമ്പിൽ കൊണ്ടുപോയി യന്ത്രങ്ങൾ ഘടിപ്പിച്ചുകൊണ്ട് അത് അളക്കും. അതിന്റെ സ്ക്രീനിൽ ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന രേഖകൾ നമ്മൾ കാണും. ആ ചാഞ്ചാട്ടത്തിന്റെ താളം നമുക്കറിഞ്ഞില്ലെങ്കിലും ഡോക്ടർക്കറിയും. ആ താളം ഇങ്ങനെ നേർത്തു വരുമ്പോൾ ചുറ്റും നിൽക്കുന്ന ആളുകളെ, ബന്ധുക്കളെ, ഭാര്യയെ, ഭർത്താവിനെ പരിഗണിക്കാതെ, പിടിപ്പിച്ച യന്ത്രങ്ങളെ പരിഗണിക്കാതെ ഡോക്ടർ കാർഡിയോ CPR ചെയ്യും, കാർഡിയോ പൾമിനറി റെസിസ്റ്റേഷൻ ചെയ്യും. നമ്മളെ അമർത്തി ഇങ്ങനെ, അതും രക്ഷയില്ലാതെ ഈ രേഖകൾ ഇങ്ങനെ താളം തെറ്റി നേർരേഖയായി മാറുമ്പോൾ എന്റെയും നിങ്ങളുടെയും പേര് മയ്യത്ത് എന്നായി മാറും. ഇത് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു സംഗതി തന്നെയാണല്ലോ. നമ്മളൊരു പ്രൊജക്ടിന്റെ മുമ്പിലായിരുന്നു. ഒരു കമ്പനി ഉടമ
മാനേജർ പ്രൊജക്ട് ഏൽപ്പിച്ചതുപോലെയായിരുന്നു നമ്മൾ. അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പാൾ, അല്ലെങ്കിൽ HOD, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്, താഴെ കീഴിലുള്ള ഉദ്യോഗസ്ഥന് അസൈൻമെന്റ് ഏൽപ്പിച്ചതായിരുന്നു. അല്ലെങ്കിൽ ഒരു മാനേജർ കീഴുദ്യോഗസ്ഥനെ ചില സംഗതികൾ ഏൽപ്പിച്ചതായിരുന്നു. ഒരു മുതലാളി തൊഴിലാളിയെ ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഇങ്ങനെ ഒരു അസൈൻമെന്റ് ഏൽപ്പിച്ചാൽ എത്രമാത്രം ശ്രദ്ധയോടുകൂടി, വേണ്ടതെല്ലാം ശ്രദ്ധിച്ച്, വേണ്ടതിൽ അധികം ജാഗ്രതയോടുകൂടി ആ പണി പൂർത്തീകരിച്ച ആ ഫയലുമായി മാനേജറുടെ മുമ്പിൽ, കമ്പനി മുതലാളിയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു നിൽപ്പുണ്ട്, തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട്. +2, +1, SSLC പരീക്ഷകളൊക്കെ നടക്കുകയാണല്ലോ. ഈ പരീക്ഷ നടക്കുമ്പോൾ, ഒരു പരീക്ഷ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനു മുന്നേ കുട്ടികൾ ഇങ്ങനെ നോക്കും, ഫ്രീ ആയിട്ടും പോസ്റ്റ് ആയിട്ടും നോക്കും, എത്രത്തോളം പഠിച്ച്, ഇനി എത്ര പേജ് ഉണ്ട്, ഇനി എത്ര സമയമുണ്ട് എന്റെ മുന്നിൽ എന്നൊക്കെ. ഇനി ഇത് കഴിഞ്ഞാൽ ചോദ്യപേപ്പറിൽ ഏതെങ്കിലും ഉത്തരം പാളിപ്പോയിട്ടുണ്ടോ, എവിടെയെങ്കിലും പോരായ്മ വന്നിട്ടുണ്ടോ, എത്ര % മാർക്ക് ഉണ്ടാവും, എത്ര A+ ഉണ്ടാവും, ഈ കണക്കൂട്ടുകളൊക്കെ നമ്മൾ ദുനിയാവിൽ വരുത്താറുണ്ട്. റമളാൻ എന്ന പരിശീലന പരിപാടിയിൽ നമ്മൾ എത്രത്തോളം നമ്മുടെ കണക്കുകൂട്ടലുകൾ അനുകൂലമാണ്? മുന്നൊരുക്കങ്ങളുടെ നിർദ്ദേശങ്ങളെല്ലാം നമുക്ക് ലഭിച്ചിരുന്നു. ഒരു 30 ദിവസത്തെ റമളാൻ ഒരു 5, 6 ഭാഗങ്ങളാക്കി തിരിച്ചാൽ 5 ദിവസം ഉണ്ടായിരുന്നു. ചില കമ്പനികളെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ടല്ലോ, ഒരു 30 മാസത്തെ ഒരു പ്രവൃത്തി കൊടുത്താണ്, റോഡിന്റെ അല്ലെങ്കിൽ ഒരു പാലത്തിന്റെ പണി 30 മാസം കൊണ്ട് തീർക്കണം. അത് കൃത്യമായി 6 ഭാഗങ്ങളാക്കി തിരിച്ചാൽ, 5 മാസങ്ങൾ മുതൽ 6 ഭാഗങ്ങളാക്കി തിരിച്ചാൽ വിദഗ്ധനായ ഒരു എഞ്ചിനീയർ 25 മാസം കൊണ്ടൊക്കെ പൂർത്തീകരിച്ചിട്ട് ലാസ്റ്റ് ആ കട്ട വിരിക്കാനും അലങ്കാരച്ചെടികളും മാത്രം ബാക്കിയാക്കുന്ന ഒരു അവസാനത്തെ 5 മാസം ഉണ്ടല്ലോ. 30 മാസത്തെ പ്രവൃത്തി 25 ദിവസം കൊണ്ട് പൂർത്തീകരിച്ചുകൊണ്ട് വളരെ ഉഷാറായി കാര്യങ്ങൾ ചെയ്യുന്ന ചില കമ്പനികളെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. നമ്മുടെ 6ൽ 5 കഴിഞ്ഞു പോയി, അല്ലാതെ ഇതാ കഴിയാനിരിക്കുന്നു. എത്രത്തോളം നമ്മുടെ സൗദം പൂർത്തിയായിട്ടുണ്ട് ആലോചിക്കേണ്ടതാണ്. ഇനി ആഘോഷത്തിന്റെ ഒരുക്കമേ ബാക്കിയുള്ളൂ. ഇത് ഉത്തരം പറയേണ്ടത് നമ്മളാണ്. അള്ളാഹു ഈ പരിശീലനത്തിന് മാർക്കിടുക ഈ മാസത്തിൽ. ഇത് പരിശീലന ഘട്ടമാണ്. ശവ്വാൽ 1 മുതൽ അടുത്ത ശഅബാൻ 30 വരെയുള്ള നമ്മുടെ പെർഫോമൻസ് നോക്കിയിട്ടാണ് അള്ളാഹു ഈ പരിശീലനത്തിന് മാർക്കിടുക. എന്താണ് നമ്മുടെ അവസ്ഥ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഒന്നും നാളേക്ക് നീട്ടി വെക്കേണ്ടതായിരുന്നില്ല ഏൽപ്പിച്ചതൊന്നും. കാരണം എപ്പോഴും ഏൽപ്പിക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, എപ്പോഴും തിരിച്ചു വിളിക്കാം. എപ്പോൾ തിരിച്ചു വിളിച്ചാലും ഇതുവരെയുള്ള റെഡിയാണ് ഫയൽ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു പോവാൻ പറ്റുന്ന എത്ര പേരുണ്ട് നമ്മളിൽ? ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ പോകുന്നവർക്കാണ് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജി ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സമാധാനമടഞ്ഞ ആത്മാവേ, നീ നിന്റെ ചിന്തയുടെ ചെയ്തിയുടെ പേരിൽ നിന്റെ സമാധാന ചിത്തമാണ് നീ. നിന്നെക്കുറിച്ച് ഞാൻ സംതൃപ്തനാണ്, എന്നെ കുറിച്ച് നീയും സംതൃപ്തനാണ്. അങ്ങനെയുള്ള ആത്മാവെ കടന്നു വരും. നമ്മുടെ മനസ്സ് എത്രത്തോളം സ്വസ്ഥമാണ്? സ്വസ്ഥമായ മനസ്സിനെയാണ് സ്വർഗത്തിലേക്ക് വിളിക്കുന്നത്. എപ്പോഴും അസ്വസ്ഥതയാണല്ലോ നമുക്ക്. അതല്ല നമ്മുടെ അവസ്ഥ. എന്ന് തുടങ്ങി നമ്മുടെ രക്ഷിതാവും അണിയണിയായി മലക്കുകളും വരുന്ന ഒരു ദിവസം, നരകം കൊണ്ടുവരപ്പെടുകയും ചെയ്യുന്ന ആ ദിവസം, അന്ന് ഓർമ്മ വന്നിട്ട് എന്ത് ഫലമുള്ളത്? ഞാൻ മുൻകൂട്ടി ചെയ്തു വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അന്ന് ഞാൻ ബന്ധിക്കുന്നത് പോലെ ബന്ധിക്കാൻ ഒരാളും ഉണ്ടാവില്ല, ഞാൻ ശിക്ഷിക്കുന്നത് പോലെ ഒരാൾക്കും ശിക്ഷിക്കാനാവില്ല എന്ന് അള്ളാഹു മുന്നറിയിപ്പ് നൽകിയ ആ ദിവസത്തിന്റെ ഒരുക്കം, അതിനെക്കുറിച്ചാണ്. ആ ഒരുക്കത്തിലേക്ക് നമുക്ക് തലയുയർത്തി ചെല്ലാനാവുമോ? അതല്ല, ചില മുഖങ്ങളിൽ നിന്ന് പണിപ്പെട്ട് അപമാനബോധത്തോടെ ശിരസ് കുനിഞ്ഞതായിരിക്കും പ്രവേശിക്കുക എന്ന് പറഞ്ഞതുപോലെയാണോ നമ്മുടെ അവസ്ഥ?
തല ഉയർത്തിപ്പിടിച്ചിട്ട് ആയിരിക്കില്ല മിക്കവാറും എൻ്റേത് എന്നാണ് ഉത്തരമെങ്കിൽ ഇനിയുമുണ്ട് 6 ദിവസങ്ങൾ. നമുക്ക് അതിൽ എത്രത്തോളം ഉണ്ട് എന്ന് അറിഞ്ഞുകൂടാ. എങ്കിലും നേടാവുന്നതേ ഉള്ളൂ. മുണ്ടൊന്ന് മുറുക്കിയെടുക്കണം, വീട്ടുകാരെ വിളിച്ചുണർത്തണം, രാവിലെ ഹയാത്താക്കണം. കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ അശറ ശദ്ദ മിഅ്സറഹു, മുണ്ട് മുറുക്കിയെടുക്കുമായിരുന്നു. വഹയാ ലൈലഹു, രാത്രി ഹയാത്താക്കുമായിരുന്നു. വായിക്കല്ലാഹു ലഹു, വീട്ടുകാരെ വിളിച്ചുണർത്തുമായിരുന്നു. അപ്പോ ഇതിനൊരുങ്ങുകയാണെങ്കിൽ, രാത്രി സജീവമാക്കി അള്ളാഹുവിന്റെ മുമ്പിൽ ഇനി ഒരു നിമിഷവും പാഴാക്കില്ല എന്ന് തീരുമാനിച്ചാൽ ഈ ദിവസം കൊണ്ട് നേടാവുന്നതേ ഉള്ളൂ. നമുക്ക് നേടാം, നമുക്കതിനുള്ള കഴിവുണ്ട്. ഇന്നത്തെ ദിവസം ആലോചിച്ച് നോക്കുക. ഈ തീപ്പാറുന്ന ചൂടില് നോമ്പ് അല്ല നമുക്കെങ്കിൽ നമ്മൾ എത്ര ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടുണ്ടാവും? ഭക്ഷണം കഴിക്കാതെ ഇത്ര സമയം നമുക്ക് പിടിച്ചു നിൽക്കാനാകുമ്പോൾ നമ്മുടെ മനസ്സിനെ ബലപ്പെടുത്തിയപ്പോൾ നമുക്കത് സാധിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് സാധിക്കും. മനസ്സിൽ നിയ്യത്തുണ്ടെങ്കിൽ. സൗം എന്നാൽ അതിന്റെ അർത്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള കുതിരയെ ഭക്ഷണം കുറച്ച് നിയന്ത്രിച്ച്, കുതിരക്ക് കൊടുക്കുന്ന ഭക്ഷണം നിയന്ത്രിച്ച് അതിനെ ദൂരയാത്രക്കും യുദ്ധത്തിനൊക്കെ തയ്യാറാക്കുന്നതിനാണ് സൗം എന്ന് പറയാ എന്നാണ്. ഫറസുൻ സായിമൻ, ട്രെയിൻഡ് ഹോഴ്സ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ സൗം എന്ന് പറഞ്ഞ പദത്തിന് അങ്ങനെയും അർത്ഥമുണ്ട്. അപ്പൊ ഈ സൗമ് കൊണ്ട് നമുക്ക് എത്ര നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാലോചിക്കുക. ഇനിയുള്ള ദിവസങ്ങൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി അൽദീ ഹദാനാ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹന്നാസ് ഉസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിക്കണേ എന്ന വസിയത്ത് ആവർത്തിക്കുകയാണ്. പറഞ്ഞു വന്നത്, അതുകൊണ്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ജാഗ്രതാവുക. ദിവസങ്ങൾക്ക് വേഗതയേറിയിട്ടുണ്ട്. ലൈലത്തുൽ ഖദർ കഴിഞ്ഞു പോയോ എന്ന് നമുക്കറിയില്ല. ഇനി ഉണ്ടെങ്കിൽ ഒരു പുരുഷായുസിന്റെ ആരാധനയെക്കാളധികം ലഭിക്കുന്ന ആ പുണ്യം നേടാൻ നമ്മൾ ഒരുങ്ങിയിരിക്കുക. നമ്മൾ പള്ളികളിൽ വീക്ഷിച്ചാൽ അറിയാം, സുബഹിയുടെയും ഇശായുടെയും ജമാഅത്തിന്റെ വരികളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടോ കൂടിയിട്ടുണ്ടോ എന്ന്. അത് ആദ്യത്തെ 3 ദിവസത്തേക്കും അവസാനത്തെ 3 ദിവസത്തേക്കും മാത്രമായിട്ടാണോ മുസ്ലിം സമുദായം കാണുന്നത് എന്ന് നമുക്ക് വീക്ഷിച്ചാൽ അറിയാവുന്നതാണ്. ഈ നോമ്പ് നമുക്ക് വേണ്ടി ശുപാർശ പറയുമോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഈ ഖുർആൻ നമുക്ക് വേണ്ടി അനുകൂലമായിട്ടാണോ ശുപാർശ പറയുക എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ദുനിയാവില് എവിടെ ഓഫർ ഉണ്ടെങ്കിലും പരക്കം പായുന്ന നമ്മൾ വൻ ഓഫർ പ്രഖ്യാപിച്ചിട്ടും ഒറ്റ രാത്രി 2 കഴിഞ്ഞു പോയത്. ആ ഓഫർ ഞാൻ മുതലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ ധൈര്യമില്ല, ആർക്കെങ്കിലും പറയാൻ ധൈര്യമുണ്ടോ? വളരെ ശൂന്യമായി പോയതെന്ന് പലപ്പോഴും സങ്കടപ്പെട്ടു പോവുകയാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു മരണാസന്നനായിരിക്കെ കരയുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തെ വിളിച്ച്, എന്താണ്? മരണത്തെ ഓർത്തല്ല ഞാൻ കരയുന്നത്, ചൂടുള്ള പകലിൽ നോമ്പ് നോൽക്കാനും തണുപ്പുള്ള രാത്രിയിൽ അല്ലാഹുവിനെ ആരാധനയിൽ മുഴുകാനും അതുപോലെ തണുപ്പുള്ള പകലുകളിൽ അറിവ് നേടി സഞ്ചരിക്കാനും ഒന്നും എനിക്ക് സാധിക്കില്ലല്ലോ എന്നോർത്താണ് എന്റെ വേദന എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ശരീരത്തെ മെരുക്കാനാണ് നോമ്പുണ്ടായിരുന്നത്, ചിന്തകൾക്ക് കടിഞ്ഞാണിടാൻ. എല്ലാ സമുദായത്തിലും എല്ലാ മതങ്ങളിലും ഈ വിവിധ തരത്തിലാണെങ്കിലും ഈ നോമ്പുണ്ട്. നമ്മൾ പലപ്പോഴും പട്ടിണി കിടന്നുള്ള ഒരു നോമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ സാമ്പത്തികമായ രംഗത്ത് നമ്മൾ എത്രത്തോളം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതുപോലുള്ള മറ്റു കാര്യങ്ങളിൽ എത്രത്തോളം ചെയ്തിട്ടുണ്ട്? ദരിദ്രനായിരിക്കെ തന്നെ ഒരു കാറ്റ് പോലെ വീശുന്ന
ധർമ്മത്തിലായിരുന്നു, ധർമ്മം ചെയ്തുകൊണ്ടായിരുന്നു നോമ്പിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെ നോക്കിയാലും പിരിവാണ്. എപ്പോഴും ഓരോ പിരിവ്, ഏത് വക്തിന് പോയാലും പള്ളിയിൽ പിരിവാണ് എന്നാണോ നമ്മൾ പറയുന്നത്? എങ്കിൽ ഇന്ന് നിങ്ങളുടെ ലിസ്റ്റ്, നമ്മുടെ ലിസ്റ്റ് നൽകുന്നവരുടെ പട്ടികയിലാണ് അള്ളാഹു ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിമിഷങ്ങൾക്കുള്ളിൽ അത് കൈനീട്ടുന്നവരുടെ, അന്യന്റെ മുന്നിൽ കൈനീട്ടേണ്ട ഗതികളിലേക്ക് മാറ്റാൻ കൽപ്പുള്ളതാണ് അള്ളാഹു. 96,000 കിലോമീറ്റർ നീളമുണ്ട് നമ്മുടെ ശരീരത്തിലെ ഞരമ്പുകൾക്ക്. 40,060 കിലോമീറ്റർ മാത്രമല്ലേ അത് ഭൂമി ആകെ ചുറ്റാനുള്ള ദൂരമുള്ളൂ. അതിന്റെ ഇരട്ടിയിലധികം ഞരമ്പുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഒരു സെന്റിമീറ്റർ ഞരമ്പിന് എന്തെങ്കിലും ബാധിച്ചാൽ ഇപ്പൊ നമ്മൾ പിടിച്ചു വെച്ച സമ്പത്തുകളെല്ലാം അതിനു വേണ്ടി ചെലവഴിക്കും. ആലോചിക്കേണ്ടതുണ്ട്, സമ്പത്തിന്റെ പേരിൽ നമുക്ക് നോമ്പ് നിയന്ത്രണമായിട്ടുണ്ടോ? ദാനം ഒരു ധനത്തെയും കുറച്ചു കളഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് പ്രവാചകനാണ്. ദാനം കൊടുത്തുകൊണ്ട് ആർക്കും കുറഞ്ഞു പോയിട്ടില്ല എന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ അത് സത്യമായി നമ്മൾ എന്തുകൊണ്ട് വിചാരിക്കുന്നില്ല? സദക്കയും സക്കാത്തിന്റെ ഒക്കെ അർത്ഥം തന്നെ പറയാനുണ്ടല്ലോ. അനുഗ്രഹം, വളർച്ച, വർധനവ് എന്നാണ് അർത്ഥം എന്നാണ് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, കോഴിക്കോട് ജില്ലയിലെ സ്ത്രീകളുടെ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സ്വർണത്തിന് 2.5% സക്കാത്ത് മാത്രം കൊടുത്തിരുന്നെങ്കിൽ, കൃത്യമായി അതിന് സംവിധാനം ഉണ്ടായാൽ എത്ര പട്ടിണി നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. അതുകൊണ്ട് മാർക്കറ്റ് എത്ര ഉണരും. ശരിക്കും ഒരു കച്ചവടക്കാരനായ ദാതാവിനെ തിരിച്ച് അതിനേക്കാൾ വർധനമായി അവന്റെ സമ്പാദ്യത്തിൽ വരും. ഇങ്ങനെ നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക സമ്പത്തിന്റെ കാര്യത്തിൽ. അപ്പോഴാണ് ആകാശത്തുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കുക. അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് സമ്പത്ത് എന്നാണ് അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത്. പിശുക്ക് കാണിക്കുന്നവൻ അത് ഗുണകരമാണെന്ന് വിചാരിക്കണ്ട. ഞാൻ അവിടെ 200 കൊടുക്കേണ്ടിയായിരുന്നു, മാഷ് മുന്നില്ലാത്തത് കൊണ്ട് ഞാൻ 50 ഇട്ട് പോന്നു. അത് നമ്മൾ സമ്പാദിച്ചതാണെന്ന് വിചാരിക്കണ്ട. സൂറത്ത് ആൽ ഇംറാൻ 150 പറയുന്നത് ബൽ ഹുവ ശർറുൻ ലക്കും, അത് നിങ്ങൾക്ക് ദോഷകരമാണ്. ഒരു വലിയ ചെമ്പ് ബിരിയാണിയിൽ 1/2 ഔൺസ് മണ്ണെണ്ണ ഒഴിച്ചാൽ എത്രത്തോളം അത് ഉപയോഗശൂന്യമാകുമോ അതുപോലെയായിരിക്കും സമ്പത്ത് കൊടുത്തു തീർക്കാത്തവന്റെ സകാത്ത് കൊടുത്തു തീർക്കാത്തവന്റെ സമ്പത്ത്. നമ്മളാരും ലോഹർ 3 നമസ്കരിച്ച് ഒഴിവാക്കാറില്ല. ഇന്നത്ര മതി എന്ന് വിചാരിക്കാറില്ല. എന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്കേണ്ടത് കൃത്യമായ കണക്കുണ്ട്. നമുക്ക് അതൊക്കെ കണക്കൂട്ട്, അതിന് സംശയം തീരൂല. നമുക്ക് സംശയം തീരൂല. ഈ അവയവദാനത്തിനെ കുറിച്ച് പറയാൻ, നമ്മൾ അവയവം വേറെ ആൾക്ക് ദാനം ചെയ്യുന്നതിനെ കുറിച്ച് ഇത് എപ്പോഴാണ് സംശയം വരാന്ന് പറയാം? നമ്മൾ കൊടുക്കേണ്ടി വരുമ്പോ, നമുക്ക് വാങ്ങേണ്ടി വരുമ്പോ ആർക്കും സംശയം വരാറില്ല. ആലോചിക്കേണ്ടതുണ്ട്. ദാനം ചെയ്യുന്നവരെ അങ്ങനെ സൂക്ഷ്മത പാലിക്കുന്ന അവന് നാം എളുപ്പമായതിലേക്ക് എളുപ്പമാക്കി കൊടുക്കുമെന്നാണ് സൂറത്തുൽ ലൈലിൽ. വമാമൻ ആഅതാ വത്തഖ ഫസനിയസ്റുഹു ലിൽയുസ്റ, അവന് നാം എളുപ്പത്തിലേക്ക് എളുപ്പമാക്കി. ഇതൊക്കെ അള്ളാഹു പറയാണല്ലോ. സമ്പത്ത് ചെലവഴിച്ചാൽ അവന് കൂടുതൽ എളുപ്പം നൽകും. നമ്മള് ഒന്ന് വെറുതെ ഇന്ന് ചില സമയങ്ങളിൽ ആലോചിച്ചാൽ മതി. നമ്മൾ കൊടുത്തതിന്റെ പേര് നമ്മൾ എവിടെയും തളർന്നു പോയിട്ടില്ല. നമുക്കൊരു വഴി ഇങ്ങനെ എളുപ്പമാക്കി തരും. ഇതൊക്കെ നമ്മുടെ അനുഭവത്തിൽ അത് കാണാൻ പലപ്പോഴും നമുക്ക് പറ്റുന്നില്ല എന്നുള്ളത്. പിടിച്ച് പിശുക്കി വെക്കുന്നതിൽ ഉസ്റ, അവന് ബുദ്ധിമുട്ടായി വരും. ഒരേ സംഗതി തന്നെ ദാനം ചെയ്യുന്നവനും ചെയ്യാത്തവനും ചെയ്യുമ്പോഴുള്ള പ്രയാസവും എളുപ്പവും ആലോചിച്ചാൽ മതി. നമസ്കാരത്തെ കുറിച്ച് 67 തവണ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വേറെ രൂപത്തിലും പറഞ്ഞിട്ടുണ്ട്. അതിൽ 28 തവണ സക്കാത്തിനോട് ചേർത്താണ് പറഞ്ഞത്. ഈ 67 തവണ പറഞ്ഞ നമസ്കാരത്തിന്റെ പൂർണ്ണരൂപം ഖുർആനിലില്ല. പക്ഷേ വളരെ കുറച്ച് പറഞ്ഞ സക്കാത്തിന്റെ പൂർണ്ണരൂപം ഒറ്റ ആയത്തിൽ 9-ാമത്തെ സൂറത്ത് തൗബയിൽ 60-ാമത്തെ ആയത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ 2% എങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. ആ 8 വിഭാഗത്തിന് കൊടുത്തിരിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. കല്യാണം ആലോചിക്കുമ്പോൾ നമ്മൾ സാധാരണ നോമ്പ് നിസ്കാരമൊക്കെ ഉണ്ടാണല്ലോ ചോദിക്കുക.
സക്കാത്ത് കൊടുക്കലുണ്ടോ? എങ്ങനെയാണ് അവന്റെ സക്കാത്തിന്റെ അവസ്ഥ ചോദിക്കാറില്ല. അതുകൊണ്ട് അക്കാര്യത്തിലൊക്കെ നമ്മൾ കൂടുതൽ ജാഗ്രതരാവുക. ഇഴ്തികാഫ് ദീർഘിച്ച് പറയേണ്ടതാണ്. നമുക്കറിയാം, പള്ളിയിൽ അള്ളാഹുവിനെ മാത്രം ഓർത്തുകൊണ്ട് കുറച്ചു നേരം ഈ തിരക്കുകളിൽ നിന്നൊക്കെ വിട്ട് ഒരു ദിവസമെങ്കിലും ഇരിക്കാൻ നമ്മുടെ സമയം കണ്ടെത്തണമെന്നാണ് പറയാനുള്ളത്. ഒരുപാട് അതേക്കുറിച്ച് അള്ളാഹും റസൂലും സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ ഈദുൽ ഫിത്റിലേക്ക് നടന്നെടുക്കുന്നതിന് മുമ്പ് സക്കാത്തുൽ ഫിത്ർ നിർവഹിക്കേണ്ടതുണ്ട്. അത് സമ്പന്നന്മാരുടെ മാത്രമല്ല, അന്ന് പിറന്ന കുട്ടിക്ക് പോലും ഒരു പ്രധാന ധാന്യം ഓർത്തുകൊണ്ട് എല്ലാവരും ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെ ആലോചിച്ചുകൊണ്ട്, ഇതൊക്കെ പ്രാവർത്തികമാക്കിക്കൊണ്ട് ബാക്കിയുള്ള ദിവസങ്ങളിലെങ്കിൽ റമദാനെ ഫലവത്താക്കാൻ അള്ളാഹുവെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഈ റമദാൻ നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്നത് ഘട്ടത്തിലേക്ക് നീ ഞങ്ങളെ എത്തിക്കണമേ. അതാ ഞങ്ങളുടെ പാപങ്ങളെല്ലാം അള്ളാഹുവെ നീ പുറത്തു തരണം. ഞങ്ങളുടെ മനസ്സുകളെ സദാ സമാധാനത്തിൽ ഉറപ്പിച്ചു നിർത്തണേ നാഥ. ഗൾഫ് നാടുകളിൽ കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളും വേവലാതികളിലാണ് നാഥ. അവർക്ക് നീ സമാധാനം, ഞങ്ങളുടെ മനസ്സിൽ നീ ശാന്തി വിട്ടു തരണേ. ഞങ്ങൾ പലർക്കും പലവിധ പ്രയാസങ്ങൾ അവരോട് പങ്കുവെക്കാനാവാത്ത ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കുണ്ട് നാഥ. നീ എല്ലാം കാണുന്നവനാണ്, ഞങ്ങൾക്ക് പരിഹരിച്ചു തന്നെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഇഷ്ടജനങ്ങളെയെല്ലാം ഞങ്ങളോടൊപ്പം നീ ജന്നാത്തിൽ ഒരുമിച്ച് ചേർക്കണേ നാഥ. ഈ പള്ളിയുമായി ബന്ധപ്പെട്ട ഒരാൾ രോഗിയായി പ്രയാസം അനുഭവിക്കാൻ പ്രാർത്ഥനയ്ക്ക് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ അസുഖം അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. നമ്മുടെ എല്ലാം മാനസികവും ശാരീരികവുമായ അസുഖങ്ങളെല്ലാം നീ ശിഫയാക്കി തരണേ. ഞങ്ങളുടെ വിശ്വാസവും കർമ്മങ്ങളും ഒക്കെ നീ നന്നാക്കണേ നാഥ. ഞങ്ങളുടെ പ്രാർത്ഥനയും തൗബയും ഇസ്തിഗ്ഫാറും ഒക്കെ നീ സ്വീകരിച്ച് മഹത്തായ പ്രതിഫലം നൽകണേ നാഥ. ലോകത്തിൽ സമാധാന അന്തരീക്ഷം ഞങ്ങളുടെ പ്രദേശത്തും നാട്ടിലും രാജ്യത്തും ലോകത്താകമാനവും നീ ഉണ്ടാക്കണേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.